അങ്കണവാടികളെക്കുറിച്ച് നമ്മൾ 2-3 വീഡിയോസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആളുകളുടെ ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രവും വികാസവും ഒക്കെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് അങ്കണവാടി, ആര് തുടങ്ങി, എപ്പോൾ തുടങ്ങി, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. 1975 ഒക്ടോബർ 2-നാണ് ICDS എന്ന സ്കീം വരുന്നത്. അതൊരു ലോക ബാങ്ക് സ്കീമാണ്. ഇന്ദിരാഗാന്ധിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 5 ഇയർ പ്ലാനിൻ്റെ 5ാം പഞ്ചവത്സര കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് രാജ്യത്താകെ ICDS എന്ന സങ്കല്പം വരുന്നത്, ഒരു കാഴ്ചപ്പാട് വരുന്നത്. ICDS എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കീം, അതായത് സംയോജിത ശിശു ക്ഷേമ സേവന പദ്ധതി എന്നുള്ള നിലയിൽ ഒരു പദ്ധതി വന്നത്. ഈ വേൾഡ് ബാങ്കാണ് ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വേൾഡ് ബാങ്കിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ യൂണിസെഫ് ഉണ്ട്, ഇതിനിടയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ UN-ൻ്റെ യൂണിസെഫ് ഉണ്ട്. യൂണിസെഫാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ലോകത്ത് കുട്ടികളുടെ വികാസത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ. ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത്. കേരളത്തിൽ വേങ്ങര പഞ്ചായത്തിലാണ് ഇത് ആദ്യമായി തുടങ്ങുന്നത്. പിന്നെ സംസ്ഥാനത്താകെ ഇപ്പോൾ ഏകദേശം 33,115 അംഗൻവാടികളിലായി ഒരു അംഗൻവാടിയിൽ ഒരു വർക്കർ അഥവാ ടീച്ചർ, പിന്നെ ഹെൽപ്പർ എന്ന് പറയുന്ന ആയയുടെ, അങ്ങനെ 2 പോസ്റ്റാണുള്ളത്. ഇത് അവർക്ക് ശമ്പളമെല്ലാം കൊടുത്താണ് വരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് തുടക്ക സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പാത്രങ്ങളില്ലായിരുന്നു, സ്വന്തമായി കെട്ടിടങ്ങളില്ല, അപ്പോൾ വാടക കെട്ടിടത്തിലായിരുന്നു, കുട്ടികളില്ലായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് അവർ തുടങ്ങിയത്. അന്ന് ഈ NHM എന്ന് പറയുന്ന NRHM ഇല്ല, ആശാ വർക്കേഴ്സൊന്നും ഇല്ല. അപ്പോൾ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ വസൂരിക്ക് കുത്തുവയ്പ്പിന് പോവുക, രോഗപ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എല്ലാം പോവുക, ഗർഭിണികളുടെ കണക്കെടുക്കുക, പിന്നെ അവരെ വീട്ടിൽ കൊണ്ട് പോഷകാഹാരം കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ജോലികൾ, ഒരു ഗ്രാമത്തിലെ ജോലികളെല്ലാം ചെയ്യുന്ന, ആരോഗ്യ സംബന്ധമായ ശിശുക്ഷേമ സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് ചില സംവിധാനങ്ങൾ പറഞ്ഞിരുന്നു. അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യം, ഗർഭിണികളുടെ ആരോഗ്യം, മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യം, അതുപോലെ കൗമാരക്കാരായ സ്ത്രീകളുടെ ആരോഗ്യം, 45-നും 15-നും 45 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളുടെ പോഷകാഹാരക്കുറവുകൾ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കുഞ്ഞു നാൾ മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള ആളുകളുടെ ആരോഗ്യവും പോഷകാഹാരപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വനിതാ ശിശുക്ഷേമ സമിതിയുടെ വകുപ്പിൻ്റെ കീഴിലാണ് ഇതുള്ളത്. അതിനുശേഷം പിന്നെ ക്ഷേമനിധി ബോർഡൊക്കെ വന്നു, വേറെ ഒരുപാട് കാര്യങ്ങൾ വന്നു, പെൻഷനൊക്കെ വന്നു, കാര്യങ്ങൾ വന്നു. എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ എന്തായിരുന്നു, ഇതിൻ്റെ ആദ്യകാലത്തെ തുടക്കകാലത്തെ ഇതിൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു പറഞ്ഞാൽ, ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുടെ പോഷകാഹാര നില ശരിയായിട്ടെടുക്കുക, കുട്ടികളുടെ മാനസികാരോഗ്യ, ശാരീരികാരോഗ്യ, സാമൂഹ്യ വികസനത്തിന് അവരെ സജ്ജരാക്കിയെടുക്കുക, ശിശുമരണം, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറച്ചുകൊണ്ട് വരിക, കുട്ടികളുടെയും വനിതകളുടെയും സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുക, അതിനു പറ്റിയ പദ്ധതികളും ഇതൊക്കെ നടപ്പിലാക്കുക, ശരിയായ ആരോഗ്യ പോഷണ ശിക്ഷണത്തിലൂടെ രക്ഷിതാക്കളെയും അതിന് പ്രാപ്തരാക്കുക. അപ്പോൾ കുട്ടികളെ മാത്രമല്ല രക്ഷിതാക്കളെയും ഈ പോഷണ രീതിയിലുള്ള ആരോഗ്യ രീതിയിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് വന്നത്. പിന്നെ ആശാ വർക്കേഴ്സ് വന്നപ്പോൾ കുറേ വർക്ക് അവരിൽ നിന്ന് മാറി ഹെൽത്തുമായി ബന്ധപ്പെട്ട വർക്കെല്ലാം ആശാ വർക്കേഴ്സിൽ പോയി, പ്രതിരോധ കുത്തിവയ്പ്പ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആശാ വർക്കേഴ്സിൽ പോയി. ഇവരിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇതിൽ കേരളത്തിൽ ഞാനിപ്പോൾ വനിതകളാണ് മിക്കവാറും അല്ല ആശാ വർക്കേഴ്സും നമ്മുടെ അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും അല്ലെങ്കിൽ ടീച്ചർമാരും ആയമാരും എന്നൊക്കെ പറയുന്നവർ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്, ഞാൻ കൺസെപ്റ്റാണ് പറഞ്ഞത്, എന്ത് തന്നെയാണ്, വനിതകളാണ്. അവർക്ക് 1000 വീടുകൾക്ക്, 1000 ജനസംഖ്യയ്ക്ക് 1000 പേർക്ക് ഒരെണ്ണം ഒരു അംഗനവാടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, അതായത് 1000 ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ശരാശരി 250-300 വീട്ടുകാരുടെ ഒരു ചുറ്റളവിൽ ഒരു പൂന്തോട്ടം, ഒരു കുട്ടികളുടെയും പിന്നെ വനിതകളുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പൂന്തോട്ടം. ഇത്ര മനോഹരമായ, എത്ര ചിന്തിച്ചാലും നമുക്ക് സ്വപ്ന പദ്ധതി പോലുള്ളൊരു മനോഹരമായ പദ്ധതിയാണ് അങ്കണവാടി. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മളെല്ലാം നടപ്പിലാക്കുന്നത് ഒരുതരം ആയാറം കയ്യാറം പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മൾ വാടക കെട്ടിടത്തിലേക്ക് പോയി, 2ാം നിലയിലേക്ക് കൊണ്ടുപോയി, ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അങ്കണവാടി വേറൊരു സ്ഥലത്ത് അവരുടെ ആകെ ജഗപുകയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ 1000 പേർ താമസിക്കുന്ന ആ 1000 പേരുടെ വീട്ടിൻ്റെ അടുത്തുള്ള മനോഹരമായൊരു ക്യാമ്പസ് ഉണ്ടാക്കി, കുറേ അധികം സ്ഥലമെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ടാക്കി,
കുട്ടികൾക്ക് വന്നിരിക്കാനുള്ള സ്ഥലമുണ്ടാക്കി, അതുപോലെ തന്നെ അമ്മമാർക്കും വീട്ടമ്മമാർക്കും പാലൂട്ടുന്നവർക്കും മുലയൂട്ടുന്നവർക്കും ഒക്കെ വന്നിരിക്കാനുള്ള സംവിധാനമുണ്ടാക്കി, നല്ല ക്ലാസ്സുകൾ കൊടുത്ത് ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. അതാണ് വേൾഡ് ബാങ്ക് ഉദ്ദേശിച്ചത്, യൂണിസെഫ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് നമ്മളൊരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ബാലവാടി പോലത്തെ ഒരു സങ്കല്പത്തിലേക്കാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് അംഗൻവാടി വന്നതിൻ്റെ ഒരു ചരിത്രം. ആദ്യകാലത്ത് തുടക്ക സമയത്ത് ഇന്ന് കാണും പോലല്ല, വളരെ 35 രൂപ ശമ്പളത്തിൽ തുടങ്ങിയവരുണ്ട്. വളരെ നാമമാത്രമായ സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാടക കെട്ടിടം അവരെടുക്കണം, പാത്രങ്ങൾ അവരുണ്ടാക്കണം, ഭക്ഷണ വസ്തുക്കൾ അവരുണ്ടാക്കണം, എല്ലാം അവരുണ്ടാക്കേണ്ട രീതിയിലേക്കാണ് 1975 ഇത് വന്നത്. 50ാം വാർഷികമാവുകയാണ്. ഇപ്പോൾ കുറേ അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളാക്കുവാനുള്ള ശ്രമമൊക്കെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അംഗനവാടികൾ വന്നതിൻ്റെ ഒരു ചരിത്രവും വികാസവും ഇതാണ്. എന്തായാലും സർക്കാർ വേൾഡ് ബാങ്കോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ യൂണിസെഫോ വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു അംഗനവാടിയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു വിമർശനവും കൂടി ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ എത്ര മനോഹരമായി, പ്രത്യേകിച്ച് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവരെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രായം. അവരുടെ സ്വഭാവം മനോഭാവം ഒക്കെ ഷേപ്പ് ചെയ്തെടുക്കേണ്ട പ്രായമാണ്. അവരെ അപ്പോൾ പൂന്തോട്ടത്തിൽ കളിക്കുന്നത് പോലെ, പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കുവാനുള്ള ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉള്ള 10-50 സെൻറ്റ് വീതം സ്ഥലമൊക്കെ ഉള്ള വളരെ മനോഹരമായ അവർക്ക് ലൈബ്രറിയും കളിക്കാനും എല്ലാ സംവിധാനമുള്ള ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കണമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായാലും ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലുമായി 33,000-ലധികം വരുന്ന അംഗൻവാടികളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ പാഠം. ഇനി ഇതിൻ്റെ ഘടനയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് തുടർ വീഡിയോകളൊക്കെ ചെയ്യാം. ഇത് എല്ലാ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഇത് കാണുകയും പരമാവധി സമൂഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുകയും വേണം. നിങ്ങൾ കേവലം കുറേ കുട്ടികളെ കൊണ്ടിരുത്തി തറാപറ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടിരുത്തി അവരെ ഭക്ഷണവും കഴിപ്പിച്ച് പാലും മുട്ടയും കൊടുത്ത് വിടുന്നൊരു സ്ഥലമല്ല. ഇത് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് കുഞ്ഞുങ്ങളുടെ. നിർഭാഗ്യവശാൽ എത്ര അംഗൻവാടി വർക്കർമാർ, എത്ര ICDS സൂപ്പർവൈസർമാർ, എത്ര CDPOമാർ, എത്ര ആളുകൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ആരെയും കുറ്റം പറയുന്നില്ല. മനോഹരമായി എഴുതുന്ന കവിതകൾ മനോഹരമായി ചൊല്ലുകയും കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത കൂടുന്നത്. നമുക്കെന്തായാലും മനോഹരമായൊരു പദ്ധതിയാണ്, അതിനെ കൂടുതൽ മനോഹരമാക്കാം.